ഓം ശാന്തി. അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുത്ത് വചനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. പോകുന്നതിനോടൊപ്പം ബാബയുടെ മുന്നിൽ ഭോഗിൻ്റെ താലം വയ്ക്കുന്നു. അത് വയ്ക്കുന്നതിനോടൊപ്പം ബാബയോട് ഞാൻ പറഞ്ഞു, ബാബ, ഇന്ന് യുഗൾസിൻ്റെ ഭട്ടിയിൽ വന്നിരിക്കുന്നവരുടെ സ്നേഹസ്മരണകളുമായി വന്നിരിക്കുകയാണ്. ബാബ ഒരു സെക്കൻഡ് നോക്കുവാൻ തുടങ്ങി, പിന്നെ പുഞ്ചിരിക്കുവാൻ തുടങ്ങി. ബാബ പറഞ്ഞു, കുട്ടി, ഹംജിൻസ്, അതായത് സമാന വിഭാഗത്തിലുള്ളവർ വന്നിരിക്കുകയാണ്. ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ, യുഗൾ ജോഡി എന്നാൽ ബ്രഹ്മ ബാബയുടെ ഹംജിൻസ്, അതായത് സമാന വിഭാഗത്തിലുള്ളവർ. സൂക്ഷ്മ വദനവാസിയായ ബ്രഹ്മബാബ തൻ്റെ സാകാരത്തിലെ അനുഭവം കേൾപ്പിക്കുവാൻ തുടങ്ങി. ബാബ പറഞ്ഞു, ബ്രഹ്മബാബയ്ക്ക് എപ്പോഴാണോ സാക്ഷാത്കാരം ഉണ്ടായത്, അനുഭവം ഉണ്ടായത്, അപ്പോൾ ബാബ നാരായണനോടൊപ്പം ലക്ഷ്മിയുള്ള തൻ്റെ പഴയ ഫോട്ടോ വച്ച് നാരായണി ലഹരിയിൽ സ്തുതി ചെയ്തിരുന്നു. അതിനോടൊപ്പം കൃഷ്ണൻ്റെ ബാലകരൂപവും ബ്രഹ്മബാബയ്ക്ക് സദാ ഓർമ്മയുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ബ്രഹ്മബാബയുടെ സമാന വിഭാഗത്തിലുള്ള സഹചാരികളായ ജോഡികൾ വന്നിരിക്കുകയാണ്. ബാബ പറഞ്ഞു, കുട്ടി, അഥവാ ബാബയുടെ കുട്ടികളായ ഈ യുഗൾ ജോഡി ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വെച്ച് നടന്നുകൊണ്ടിരിക്കുമെങ്കിൽ ഇവരും ബ്രഹ്മബാബയുടെ ഹംജിൻസ് അഥവാ സഹകാരികൾ ആയി മാറുന്നു. ബാബ പിന്നെ തൻ്റെ ലഹരിയുടെ ചില കാര്യങ്ങൾ കേൾപ്പിച്ചു. ബാബയ്ക്ക് ഞാൻ ഭാവിയിൽ ഇതാകാൻ പോകുന്നു എന്ന ലഹരി ഉണ്ടായിരുന്നു. ഉള്ളിൽ ലഹരി കയറിയിരുന്നു. ബാബ പറഞ്ഞു, അതേപോലെ ഈ സമയത്ത് യുഗൾ ജോഡികളായ ബാബയുടെ കുട്ടികൾ ആരെല്ലാമാണോ വന്നിരിക്കുന്നത്, വിശേഷിച്ച് അവരെ നോക്കുകയാണ്. ഈ കുട്ടികൾക്ക് നഷ്ടോമോഹ സ്മൃതി ലബ്ധ ആകേണ്ടതുണ്ട്. വീട്ടിൽ കുടുംബത്തിൽ കഴിയുന്ന ഈ കുട്ടികൾ എൻ്റെ സാമ്പിൾ ആയ കുട്ടികളാണ്. കാരണം ലോകത്തുള്ളവർ മറ്റൊരു ദൃഷ്ടിയോടെയാണ് നോക്കുന്നത്. എന്നാൽ യുഗൾ ജോഡികളായ നിങ്ങൾ ബ്രാഹ്മണ കുട്ടികളിൽ നിന്നും വളരെ ശക്തിശാലി വൈബ്രേഷൻസ് വരണം. താങ്കൾ പരിവാരത്തിലേക്ക് പോകുമ്പോൾ ലൗകികത്തിൽ അലൗകികത താങ്കളുടെ മുഖത്തിൽ നിന്നും തിളങ്ങുന്നത് കാണപ്പെടട്ടെ. അപ്പോൾ ബാബ്ദാദയുടെ പ്രത്യക്ഷതയും അതനുസരിച്ച് ബാബയുടെ കുട്ടികളായ നിങ്ങളിലൂടെ ഉണ്ടാകും. ബാബ വളരെ സ്നേഹത്തോടെ ഇന്ന് എല്ലാ യുഗൾ ജോഡികളായ സഹോദരി സഹോദരന്മാരെയും വചനത്തിൽ എമർജ് ചെയ്തതായി തോന്നി. പിന്നെ ഇങ്ങനെ തോന്നി, ബാബ്ദാദ രണ്ടുപേരും ജോഡികളെ എമർജ് ചെയ്ത ശേഷം ബാബയുടെ കിരണങ്ങൾ അഥവാ പ്രകാശം കുട്ടികളിൽ എത്തിച്ചേരുന്നതായി തോന്നി. ബാബ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ബാബയുടെ വീട്ടിൽ കുട്ടികൾ വിശേഷ ഭട്ടി ചെയ്യുവാൻ വന്നിരിക്കുകയാണ്. വിശേഷിച്ച് കുട്ടികൾക്ക് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. പ്രത്യക്ഷ ഫലവും കുട്ടികൾക്ക് ലഭിക്കുന്നു. ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ശക്തിശാലി വൈബ്രേഷനോടുകൂടി ഭോഗ് സ്വീകരിച്ച ശേഷം നിങ്ങൾക്കേവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.